സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വൈകിട്ട് 6-നും 12-നും ഇടയിൽ നിയന്ത്രണം. തീരുമാനം ഉന്നതതല യോഗത്തിൽ. പീക്ക് അവറിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. AC ഉപയോഗം കൂടിയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തുടരുന്നു. എറണാകുളം DCC ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ ഫ്ലക്സ്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ലെന്നും ഫ്ലക്സിൽ. VD അനുകൂലിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ്. ചെന്നിത്തലയ്ക്കായി പത്രത്തിൽ പരസ്യം നൽകിയ DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിന് KPCCയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. നിധിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ വലഞ്ഞ് ജനങ്ങൾ. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു, കടകൾ അടപ്പിച്ചു. ഹർത്താലിനെതിരെ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് അവസരം നൽകാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോസ്റ്റൽ ബാലറ്റ് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 20,000 ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനാകാത്തത് ഗുരുതര വീഴ്ചയെന്ന് കോടതി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനാക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. മരിച്ചത് തരിശു സ്വദേശി ജംഷീർ. സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷം. പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലോഡ് ഷെഡിംഗ് എത്തുകയാണ്. വൈകിട്ട് 6-നും 12-നും ഇടയിലാണ് നിയന്ത്രണം. ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പീക്ക് അവറിൽ വാഹനങ്ങൾ ചാർജ് ചെയ്യരുതെന്നും ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. AC ഉപയോഗം കൂടിയെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. ദേവിക ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ദേവിക, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രചാരണ വിഷയം തന്നെയായിരുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കറണ്ടുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ മാറുകയാണ്. കാലാവസ്ഥയെയും ഒപ്പം പ്രകൃതിയെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും അഖില, ഈ ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് പ്രകൃതി ചതിച്ചതിലാണ് ഉണ്ടായതെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാദം. എന്തായാലും കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ മലയാളികൾ ഇത്തരത്തിൽ വൈദ്യുതി ഉപകരണങ്ങളെ കൂടുതലായി ആശ്രയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കുത്തനെ ഒരു വൈദ്യുതി ഉപഭോഗത്തിൽ വർധനവുണ്ടായത് എന്ന കാര്യമാണ് KEC ഉന്നതതല യോഗത്തിൽ വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഈ ഒരു വേനൽ കാലം തുടങ്ങി കുറച്ചു കാലം പിന്നിട്ടതോടെ തന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പവർ കട്ടുകൾ തുടർക്കഥയായിരുന്നു. അതിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും അതിനെല്ലാം ഒടുവിലാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KECBയുടെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ IASന്റെ അധ്യക്ഷതയിലാണ് ഇന്ന് യോഗം ചേർന്നത്. ഇതിൽ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ ഏതെങ്കിലും ഒരു അരമണിക്കൂർ ഇനി ലോഡ് ഷെഡിംഗ് ആയിരിക്കും. ഈ വൈദ്യുതി വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയുടെ ഈ ചാർജിംഗ് ഒക്കെ പകൽ സമയത്തേക്ക് ക്രമീകരിക്കണം. 6 മണി മുതൽ രാത്രി 12 വരെയുള്ള സമയത്ത് വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് അടക്കം ഒഴിവാക്കണമെന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളും ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ ചൂടാണ്. ഈ തുടർന്ന് AC-യുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ AC-യുടെ ഉപയോഗം ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിലും താപനില 24 ഡിഗ്രി സെൽഷ്യസ് 26 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ നിലനിർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ KECB വ്യക്തമാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഊർജ്ജ സുരക്ഷയ്ക്ക് അടക്കം മറികടക്കാൻ സാധിക്കുന്ന വിലയിരുത്തൽ തന്നെയാണ് KECB ഉള്ളത്. അഖില. ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിൽ മസ്ജിദിനകത്ത് മൂർഖൻ. താവക്കരയിലെ അഹമ്മദിയ പള്ളിയിലാണ് മൂർഖൻ കയറിയത്. അംഗശുദ്ധി വരുത്താൻ സൗകര്യമൊരുക്കിയ സ്ഥലത്താണ് പാമ്പെത്തിയത്. റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടി. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 136 ആശുപത്രികളിൽ ആന്റിവനം ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 18 മരണം ഉണ്ടായിരുന്നു. വനംവകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ആൻറ്റിവെനം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 146 ആശുപത്രികളിൽ ആൻറ്റിവെനം ഉറപ്പാക്കിയിട്ടുണ്ട്. പാമ്പുകളുടെ പ്രജനന കാലവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് മൂലവും
പാമ്പുകൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട്. പാമ്പ് കടിയേൽക്കുന്നതിന്, അതായത് മനുഷ്യരുമായിട്ടുള്ള മനുഷ്യർ ഉണ്ടാകുന്ന ഇടങ്ങളിലേക്ക് പാമ്പുകൾ കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുവായ തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പും അതോടൊപ്പം ആരോഗ്യ വകുപ്പും സർക്കാർ പൊതുവിൽ തന്നെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം 18 മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് 2025. അപ്പോൾ അത് നല്ല നിലയിൽ ആ ഗ്രാഫ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് എന്തൊക്കെ സാധ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ സ്വമേധ്യാ കേസെടുത്ത് ഹൈക്കോടതി. ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ച സാഹചര്യത്തിലാണ് ഇടപെടൽ. ഇക്കാര്യത്തിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ മധ്യ കേരളത്തിൽ സമാധാനപരമായിരുന്നു. വാഹനങ്ങൾ തടഞ്ഞതോടെ പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. കടകൾ തുറക്കുമെന്ന് സംഘടനകൾ അറിയിച്ചെങ്കിലും കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കടകൾ അടഞ്ഞുകിടന്നു. എറണാകുളം ജില്ലയുടെ നഗരപ്രദേശങ്ങളെ ഹർത്താൽ കാര്യമായി ബാധിച്ചില്ല. വാഹന ഗതാഗതവും ജനജീവിതവും സാധാരണ നിലയിൽ തന്നെ മുന്നോട്ട് പോയി. പറവൂരിൽ ഏതാനും KSRTC വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് തടഞ്ഞ സമരാനുകൂലികൾ RT ഓഫീസിൽ പ്രതിഷേധിച്ചു. മാവേലിക്കരയിൽ മിൽമ ചെയർമാന്റെ വാഹനവും തടഞ്ഞു. ആലപ്പുഴ നഗരത്തിൽ കടയടക്കാനെത്തിയ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാഹനങ്ങളിൽ സഞ്ചരിച്ച കടകളടപ്പിക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തു. കോട്ടയം ജില്ലയിലും പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വാഹനം തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയാണ് ഉണ്ടായത്. കോട്ടയം KSRTC സ്റ്റാൻഡിലെ ക്യാൻറ്റീനും കടകളും TB റോഡിലെ റിലയൻസ് ജിയോ മാർട്ടും ലുലു മാളും ഹർത്താൽ അനുകൂലികൾ അടപ്പിച്ചു. ഇടുക്കിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നുവെങ്കിലും വാഹന ഗതാഗതത്തെ സാരമായി ഹർത്താൽ ബാധിച്ചില്ല. മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയെയും ഹർത്താൽ ബാധിച്ചില്ല. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. മാളയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തടഞ്ഞ KPMS നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏതാനും ബാങ്കുകളും പ്രതിഷേധക്കാർ അടപ്പിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സമരാനുകൂലികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. റോഡ് തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. പലയിടത്തും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. SSLC പരീക്ഷാഫലം മെയ് 15 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പുനർമൂല്യനിർണ്ണയത്തിൽ അപേക്ഷ ഉടൻ തന്നെ സ്വീകരിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം മെയ് 22 പ്രസിദ്ധീകരിക്കും. 5 മുതൽ 9 വരെ ക്ലാസുകളിൽ മിനിമം മാർക്ക് ലഭിക്കാത്തവർക്ക് പഠന പിന്തുണ ക്ലാസ് രാവിലെ 7:30 മുതൽ 10:30 വരെ നടത്തും. ഈ മാസം 28, 29, 30 തീയതികളിൽ പുനർമൂല്യനിർണ്ണയം നടത്തി മെയ് 2 പ്രൊമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മെയ് 15 SSLC പരീക്ഷാഫലം. SSLC പരീക്ഷാഫലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. മെയ് അവസാനത്തോടുകൂടി അതിൻ്റെ ഫലവും പ്രസിദ്ധീകരിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 22. രണ്ടാം വർഷ ഇംപ്രൂവ്മെൻ്റ് ഫലം മെയ് 8 ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10 പ്രഖ്യാപിക്കും. ഗുജറാത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ നേട്ടം. സംസ്ഥാനത്തെ എല്ലാ കോർപ്പറേഷനുകളിലും BJP ഭരണം പിടിച്ചു. സൂറത്തിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിച്ചു. നഗരസഭകളിൽ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും തിരിച്ചടിയേറ്റു. സംസ്ഥാനത്തെ 4 പ്രധാന മുനിസിപ്പൽ കോർപ്പറേഷനുകളായ അഹമ്മദാബാദ്, സൂററ്റ്, വഡോദര, രാജ്കോട്ട് എന്നിവിടങ്ങളിൽ BJP വ്യക്തമായ ലീഡ് നേടി. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന കൊൽക്കത്ത ഉൾപ്പെടെ 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങൾ തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകം. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊൽക്കത്ത, ഹൗറ, നോർത്ത് സൗത്ത് 24 പർഗാനാസ്, ഹൂഗ്ലി തുടങ്ങി 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തും. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്.
കൊൽക്കത്തയിലും ഹൂഗ്ലിയിലും ഉൾപ്പെടെ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ BJPയും നിലനിർത്താൻ തൃണമൂലും കടുത്ത പോരാട്ടം നടത്തിയതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം ഇരു പാർട്ടികൾക്കും ഒരുപോലെ നിർണായകമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ SIR, വനിതാ സംവരണം, അനധികൃത കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ചൂടേറിയ വാദപ്രതിവാദമാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും കാണാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തുടങ്ങിയ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തതിനാൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കമ്മീഷൻ വ്യക്തമാക്കി. SIR നടപടികൾക്ക് ശേഷം ബംഗാളിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ 93% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ കൊച്ചിയിലെ വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ട എന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീഷിന്റെ മോഹം വിലപ്പോകില്ലെന്നുമാണ് വിമർശനം. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം സതീഷിനെ അനുകൂലിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. UDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ പോസ്റ്റർ യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് DCC ഓഫീസിന് മുൻപിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. VD സതീശൻ PR പണി അവസാനിപ്പിക്കണമെന്നാണ് ഫ്ലെക്സിലെ പരാമർശം. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീഷിന്റെ മോഹം വിലപ്പോകില്ലെന്നുമാണ് വിമർശനം. DCC ഓഫീസിന്റെ എതിർവശത്തായാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ചില കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. കളമശ്ശേരി HMT ജംഗ്ഷന് സമീപവും ഇതേ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിൽ DCC പ്രസിഡന്റോ മറ്റു ഭാരവാഹികളോ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം മലപ്പുറത്ത് VD സതീഷിനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീഷിന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത്. തവനൂർ മണ്ഡലത്തിലെ തൃപ്രങ്ങോട്ട് പെരിന്തലൂർ ഭാഗത്താണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തവനൂർ പാറപ്പുറത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ഫ്ലെക്സിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും അനുകൂല ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച നേതാവല്ല താനെന്ന് രമേശ് ചെന്നിത്തല പരാമർശിച്ചിരുന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയവരെ അനുകൂലിച്ച് മുതിർന്ന നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ വിഷയത്തിൽ KPCCയും ഇടപെട്ടു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പാടില്ലെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. തെരിശ് സ്വദേശി ചിറ്റങ്ങോടൻ ജംഷീറാണ് മരിച്ചത്. ടാപ്പിങ്ങിനിടയിലല്ല കാട്ടാന ആക്രമിച്ചതെന്നും സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും വനം വകുപ്പ് അറിയിച്ചു. ഇന്നു പുലർച്ചെ കരുവാരക്കുണ്ടിനടുത്ത് മണലിയം പാടത്ത് വെച്ചാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ചിറ്റങ്ങോടൻ ജംഷീറിനെ നാട്ടുകാർ കരുവാരക്കുണ്ട് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റബ്ബർ ടാപ്പിങ്ങിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നും ജംഷീർ തന്നെയാണ് സുഹൃത്തുക്കളെ ഫോണിലൂടെ വിവരമറിയിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. ടാപ്പിങ്ങിന് പോയപ്പോൾ ആന ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. ഈ മരിച്ച വ്യക്തി തന്നെയാണ് ഫോൺ വിളിച്ചുകൊണ്ട് നാട്ടിലേക്ക് വിവരം അറിയിച്ചിട്ടാണ് വണ്ടി ഇവിടുന്ന് ചെന്ന് വണ്ടിയിൽ തന്നെയാണ് അവനെ കൊണ്ടുവരുന്നത്. എന്നാൽ അപകടത്തെക്കുറിച്ച് വനംവകുപ്പ് സംശയത്തിലാണ്. ടാപ്പിങ്ങിനിടയിൽ അല്ല കാട്ടാന ആക്രമണം ഉണ്ടായതെന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽ പറഞ്ഞു. എന്തായാലും ആനയുടെ ആക്രമണം നടന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ പോയി ഇത് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് അതിൻ്റെ പാടുകളോ ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജീപ്പിൽ വന്ന ആളുകൾ അയാൾ എടുത്തൊരു സ്പോട്ടാണ് പറയുന്നുള്ളൂ. മറ്റേ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു, അവരിപ്പോൾ മിസ്സിംഗ് ആണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഏരിയയിൽ അദ്ദേഹം റബ്ബർ ടാപ്പ് ചെയ്യുന്നില്ല. എന്നാൽ കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് സംശയം പ്രകടിപ്പിച്ചതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ആശുപത്രിയിലെത്തിയ DFOക്കെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, മലപ്പുറം. ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ അറസ്റ്റിലായ സജി കുറ്റം സമ്മതിച്ചു. സജിയെ വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. തിങ്കളാഴ്ചയാണ് നെടുങ്കണ്ടം പച്ചടി സ്വദേശി മേരിക്കുട്ടിയുടെ വീട്ടുപറമ്പിൽ നിന്ന് സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. മേരിക്കുട്ടിയെയും മകൻ റിജിയെയും ദിവസങ്ങളായി കാണാനില്ലായിരുന്നു. ഇരുവരെയും കാണാതായതോടെ നാട്ടുകാർ മേരിക്കുട്ടിയുടെ ഇളയ മകനായ സജിയോട് വിവരം തിരക്കിയിരുന്നു. ഇയാളുടെ പരസ്പര വിരുദ്ധമായ മറുപടിയിൽ നാട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്ന് മേരിക്കുട്ടിയുടെ മകളെ വിവരമറിയിച്ചു. മകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ
പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ കണ്ടെത്തിയപ്പോൾ മുതൽ സജിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് വീടിന് സമീപത്ത് വെച്ച് തന്നെ ഇയാൾ പിടിയിലായത്. പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ. മേരിക്കുട്ടിയുടെ ഇളയ മകനായ സജിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇരട്ട കൊലപാതകം കൂടാതെ സജിയുടെ പിതാവിന്റെ തിരോധാനവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2018 പിതാവ് മാത്യുവിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. അമൃത ന്യൂസ്, ഇടുക്കി. കോട്ടയം പാമ്പാടി ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1 മാസം പിന്നിട്ടു. പ്രധാന പൈപ്പ് ലൈൻ ബ്ലോക്കായതാണ് കുടിവെള്ള വിതരണം നിലയ്ക്കാൻ കാരണം. ഇതോടെ പാമ്പാടി ടൗണിലെ വ്യാപാരികൾ ദുരിതത്തിലാണ്. എന്നാൽ പ്രശ്നം പരിഹരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അനാസ്ഥ കാട്ടുന്നതായാണ് ഗുണഭോക്താക്കളുടെ ആരോപണം. മാർച്ച് 16 ശേഷം പാമ്പാടി ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ടില്ല. ദേശീയപാത 183 നിന്നും കൂരാപ്പട റോഡ് തുടങ്ങുന്ന ഭാഗത്ത് പൈപ്പ് ബ്ലോക്കായതാണ് ഇവിടെ മുതൽ വട്ടമലപ്പടി വരെയുള്ള കുടിവെള്ള വിതരണം നിലയ്ക്കുവാൻ കാരണം. ഇതുമൂലം ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ടൗണിലെ വ്യാപാരികളാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഹോട്ടൽ ഉടമകളാണ്. ദിവസം 2000 ലിറ്റർ വെള്ളത്തോളം നമുക്ക് ആവശ്യമുണ്ട്. 1-2 ദിവസം വെള്ളം അടുപ്പിക്കുക. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നിരവധി തവണ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഉൾപ്പെടെ പരാതി നൽകി. എന്നാൽ പരിഹാരം ഉണ്ടായിട്ടില്ല. രാവിലെ വന്നിട്ട് ബാത്റൂമിൽ പോകാതെ അല്ലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ പൊതിപ്പാത്രം കഴുകാൻ പോലും മാർഗമില്ലാതെ വീടുകളിൽ പോയി കഴുകുന്ന അനേകം വ്യാപാരികൾ ഇവിടെയുണ്ട്. ഒരു വലിയ പ്രശ്നമാണ്. ഞങ്ങൾ നിരന്തരമായിട്ട് ഇതിനെ പരാതി കൊടുത്തും ഞങ്ങൾ സത്യം പറഞ്ഞാൽ മടുത്തു. പഞ്ചായത്ത് അധികൃതരും വിഷയത്തിൽ ഇടപെട്ടതിനെ തുടർന്ന് ഏതാനും നാളുകൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ആളെത്തി റോഡ് കുഴിക്കാൻ ആരംഭിച്ചപ്പോൾ പ്രദേശവാസികളായ ചിലർ ചോദ്യം ചെയ്തു. വെട്ടിപ്പൊളിക്കുന്ന റോഡ് 2 ദിവസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് ജോലിക്കെത്തിയവർ മടങ്ങി. അവിടെ വരുമ്പോൾ ഇങ്ങനൊരു തടസ്സം നേരിടുന്നെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ചു പറയാം. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്, ഇനി മുന്നമേ പറഞ്ഞില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, വന്നിങ്ങനെ ഒരു അവസ്ഥ തടസ്സം നേരിട്ടെങ്കിൽ തന്നെ വിളിച്ചിട്ട് ഞങ്ങളിത് ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് പണി എടുക്കാൻ നിർവാഹമില്ല, ഈ അവസ്ഥ നേരിടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കും. 3-4 പേര് കൂടി വന്ന് പറയുന്നു, അന്നേരം എവിടുന്ന് പോകുന്നു. അതിനോട് യോജിക്കാൻ പറ്റില്ല. വീണ്ടും 1.5 ആഴ്ച പിന്നിട്ടിട്ടും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പിന്നീട് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പഞ്ചായത്ത് അധികൃതർ വീണ്ടും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടതിനെ തുടർന്ന് അടുത്തയാഴ്ച പ്രശ്നം പരിഹരിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള അറിയിപ്പ്. കടുത്ത വേനലിൽ എങ്ങും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൽ അനാസ്ഥ കാട്ടിയവർക്കെതിരെ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ അപകടത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നാളെ സ്ഥലത്തെത്തും. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ദുരിത സ്ഥലം സന്ദർശിക്കും. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും സ്ഥലം സന്ദർശിക്കുക. അപകടത്തിൽ പരിക്കേറ്റവരെയും കമ്മീഷൻ കാണും. പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും അപകട സ്ഥലത്ത് എത്തുക. കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോഴും പോലീസ് അനാവശ്യമായി വേട്ടയാടുന്നുവെന്ന് മാത്യു കൊൾനാടൻ. ഭരണം മാറുമെന്ന് ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി വീണ ജോർജ് ആക്രമിച്ചുവെന്ന് കള്ളം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വരെ അതിന് കൂട്ടുനിന്നു. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന മന്ത്രിയുടെ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ തെളിവ് വന്നിട്ടും നടപടി ഉണ്ടായില്ല. ചെന്നിത്തല അറിയാതെയാണ് ആർട്ടിക്കിൾ പത്രത്തിൽ വന്നതെന്നും അതുകൊണ്ടാണ് നോട്ടീസ് നൽകിയതെന്നും മാത്യു കൊൾനാടൻ പറഞ്ഞു. ഒരു മന്ത്രി തന്നെ പോലീസിന് കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം മോശമായ രീതിയിൽ അവർ കേരളത്തിന് മുമ്പിൽ അഭിനയിച്ച് കാണിച്ച്, അതുകൊണ്ട് അവർ നേടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏതാനും KSU കുട്ടികളെ കുറച്ച് ദിവസം ജയിലിലിടാൻ പറ്റി എന്നത് മാത്രമാണ്. എന്നിട്ട് ഒടുവിൽ ആ മൊഴി മാറ്റി പറയുമ്പോൾ ഈ സർക്കാർ അതിന് കൂട്ടുനിന്ന മന്ത്രി മാത്രമല്ല, മന്ത്രിയോടൊപ്പം സ്പീക്കറോടൊപ്പം തന്നെ മറ്റ് ചില നേതാക്കന്മാരും, ഈവൻ മുഖ്യമന്ത്രി പോലും കേരളത്തോട് വളരെ ദയനീയമായി പ്രതികരിച്ചത് ഞങ്ങളുടെ ഏതാനും KSU കുട്ടികളെ കുറച്ച് ദിവസം ജയിലിലിടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന വാർത്തകൾ ഈ സർക്കാരിൻ്റെ തനിനിറം കൂടുതൽ വെളിവാക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകരൻ്റെ പുസ്തകം വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യ നിർമ്മിത പ്രളയമാണ് എന്ന്, മാൻമെയ്ഡ് ഫ്ലഡാണ് എന്ന് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന, അടിവരയിടുന്ന, അതുമായി ബന്ധപ്പെട്ട ഓഡിയോ രേഖകൾ ഞങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ഇതുവരെ ഈ സമയം വരെ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. വീണ്ടും അതിനെ അടിവരയിടുന്ന രീതിയിൽ ഈ സർക്കാരിൽ പ്രവർത്തിച്ച ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആധികാരികമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണം കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്.
കൊച്ചി തൈക്കൂടത്ത് മിനി കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് നിയന്ത്രണം വിട്ട വാഹനം കണ്ണാടിക്കാട് പാലത്തിന്റെ കൈവരി ഇടിച്ച് മറിഞ്ഞത്. ഡ്രൈവറും സഹായിയും പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് തൈക്കൂടത്ത് വെച്ച് മിനി കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് പാലത്തിന്റെ കൈവരി തകർത്ത് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും സഹായിയും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പുലർച്ചെയുണ്ടായ മഴയിലാണ് വാഹനം നിയന്ത്രണം വിട്ട് അപകടം സംഭവിച്ചത്. പാലത്തിന്റെ കൈവരിയും അരികിലൂടെ പോകുന്ന പൈപ്പും തകർന്ന നിലയിലാണ്. കടകളിൽ കൊടുക്കാനുള്ള ഫാനുകളുമായി ചേർത്തല ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. ഞാനല്ലായിരുന്നു, ഞങ്ങൾ കമ്പനി വണ്ടി തന്നെയാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ മഴ പെയ്തായിരുന്നല്ലോ. പുള്ളി അവിടെ ഒരു ഹമ്പുണ്ടെന്ന് ഉള്ള ധാരണയിൽ പുള്ളി പെട്ടെന്ന് ചവിട്ടിയത്, വരുന്ന സ്പീഡിൽ തന്നെ ചവിട്ടിയത്. പക്ഷേ വണ്ടി നിയന്ത്രണം വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. 5 മണി, വെളുപ്പിന് 5 മണി. ഞങ്ങൾ നിലമ്പൂർ, മലപ്പുറം നിലമ്പൂരിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഇവിടെ ചങ്ങനാശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ 8 മണിയോടെ പോലീസിന്റെ നേതൃത്വത്തിൽ ക്രെയിൻ എത്തിച്ച് വാഹനം നീക്കം ചെയ്തു. സ്ഥലത്ത് നേരിയ തോതിൽ ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് മുകളിലുണ്ടായിരുന്ന ചില പൈപ്പുകൾ പൊട്ടി പാലത്തിന് താഴെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായി. ബോട്ടുകൾ അടക്കമുള്ളവയ്ക്ക് ഇതിലൂടെ കടന്നു പോകുന്നതിന് ഇവ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. മലപ്പുറം വളാഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ടു തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ടതോടെ മതിലിടിച്ച് മറിയുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവം. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല ഡീനായി ഡോക്ടർ വിനു തോമസ് തുടരും. ഡീനെ നീക്കം ചെയ്ത വൈസ് ചാൻസലറുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഡോക്ടർ വിനു തോമസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 20,000-ലധികം ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ആരോപണം. ഫലപ്രഖ്യാപനത്തിനു മുമ്പ് അവസരം നൽകാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. കനത്ത മഴയിൽ എണ്ണപ്പന പിഴുത് ദേഹത്തേക്ക് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കൊല്ലം ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിലാണ് സംഭവം. വിളക്കുപാറ ഇടക്കൊച്ചി തടത്തിൽ സ്വദേശി സരിതയാണ് മരിച്ചത്. ഓയിൽ പാം എസ്റ്റേറ്റിലെ കാട് വെട്ടുന്നതിനിടെയാണ് അപകടം. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. സ്റ്റേഷന്റെ മുകളിലെ നിലയിൽ നിന്ന് തീ പടരുകയായിരുന്നു. മീറ്റർ ബോക്സിനോട് ചേർന്നുള്ള സർവീസ് വയറിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് നിഗമനം. സ്റ്റേഷനിലെ ഫയർ എക്സിക്യൂഷൻ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. കൊച്ചി അമൃത ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പവിത്രൻ അന്തരിച്ചു. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ ശ്മശാനത്തിൽ നടത്തും. 100 കണക്കിന് സഹപ്രവർത്തകർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ആതുര സേവന രംഗത്ത് അനുകമ്പയുടെയും അറിവിന്റെയും പര്യായമായിരുന്നു അമൃത ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ പവിത്രൻ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി അമൃത ആശുപത്രിയിലെ സേവനത്തിലൂടെ ആയിരക്കണക്കിന് രോഗികൾക്ക് ശാന്തിയും സാന്ത്വനവുമേകിയ അദ്ദേഹം 63-ാം വയസ്സിലാണ് വിട പറഞ്ഞത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഒരു ഡോക്ടർ എന്നതിലുപരി രോഗികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഉത്തമ സുഹൃത്തും മാർഗദർശിയുമായിരുന്നു ഡോക്ടർ കെ പവിത്രൻ. 2023 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മൃതദേഹം കൊച്ചി അമൃത ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. അമൃത ഹോസ്പിറ്റൽസ് ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ പുഷ്പചക്രം സമർപ്പിച്ചു. സഹപ്രവർത്തകരും രോഗികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അദ്ദേഹത്തിന് യാത്രാമൊഴിയേകി. ഡോക്ടർ പവിത്രന്റെ വിയോഗം വൈദ്യശാസ്ത്ര ലോകത്തിന്, പ്രത്യേകിച്ച് അമൃത ആശുപത്രിക്ക് നികത്താനാവാത്ത നഷ്ടമാണ്.
ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമായിരുന്ന അദ്ദേഹത്തിൻ്റെ വേർപാട് രോഗികൾക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡോക്ടർ പവിത്രൻ ഇവിടെയുള്ള ഏറ്റവും സീനിയർ ആൾക്കാർ മുതൽ ഏറ്റവും ജൂനിയർ ആൾക്കാർ വരെ എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പെരുമാറിയിരുന്ന ഒരു ഡോക്ടറാണ്. രോഗികൾക്കെല്ലാം അദ്ദേഹത്തെ കാണുന്നത് പോലും വളരെ ആശ്വാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് അമൃത ആശുപത്രിക്കും ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന എല്ലാ രോഗികൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അമൃത ആശുപത്രിയിലെ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ സീതാലക്ഷ്മിയാണ് ഭാര്യ. ഡോക്ടർ ശ്രുതി, സാന്ദ്ര എന്നിവർ മക്കളാണ്. ഡോക്ടർ വിഷ്ണു വാഴൂരാണ് മരുമകൻ. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ ശ്മശാനത്തിൽ നടത്തും. അമൃത ന്യൂസ്, കൊച്ചി. പെരുമ്പാവൂർ അശമന്നൂരിൽ കോളേജ് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മലപ്പുറം, കൊല്ലം സ്വദേശികളായ അജ്മൽ, അജ്സൽ എന്നിവരാണ് മരിച്ചത്. ചെറുകുന്നം KMP കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. മൂന്നാമത്തെയാളെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പെരിയാർ വാലി കനാലിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടം. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയവുമായി പന്തളം അമൃത വിദ്യാലയം. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചുകൊണ്ട് 100% വിജയം വിദ്യാലയം കരസ്ഥമാക്കി. ഉയർന്ന മാർക്കോടെ സ്കൂൾ ടോപ്പറായ ദേവ്ന വി പിള്ള വിദ്യാലയത്തിലെ മിന്നും താരമായി. പന്തളം അമൃത വിദ്യാലയത്തിന് ഇത് അഭിമാന നിമിഷമാണ്. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം നേടിയാണ് വിദ്യാലയം ഇത്തവണയും കരുത്തു തെളിയിച്ചിരിക്കുന്നത്. പരീക്ഷ എഴുതിയ 126 കുട്ടികളിൽ 36 പേർ 90% മുകളിൽ മാർക്ക് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി വരും തലമുറയെ വാർത്തെടുക്കണം എന്ന അമ്മയുടെ സന്ദേശത്തെ പ്രാവർത്തികമാക്കാനാണ് അമൃത വിദ്യാലയം ശ്രമിക്കുന്നത്. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും നമ്മൾ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ CBSE ബോർഡ് എക്സാമിന് ഈ വർഷവും നല്ല വിജയശതമാനം നേടാൻ കഴിഞ്ഞു. 99% മാർക്ക് കരസ്ഥമാക്കിയ ദേവ്ന വി പിള്ളയാണ് സ്കൂൾ ടോപ്പർ. ആദ്യമേ തന്നെ എൻ്റെ വിജയം ഞാൻ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് അമൃത വിദ്യാലയത്തിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ. എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇത്ര മാർക്ക് നേടണമെന്ന്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പാരൻസിനോടും എൻ്റെ ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പൽ മാമിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഏത് നേരത്തെ ഞാൻ ഡൗട്ട് ചോദിച്ചാലും എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എൻ്റെ ടീച്ചേഴ്സിനെ വളരെ സപ്പോർട്ടീവായിരുന്നു. ട്യൂഷൻ്റെ പോലും ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൽ മാമും അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ പാഷനും എൻ്റെ സ്റ്റഡീസും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ എൻ്റെ ടീച്ചേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാലയത്തിൽ നിന്നും ലഭിച്ച മികച്ച പിന്തുണയാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഏത് സമയത്തും ലേറ്റ് നൈറ്റിനുള്ള പഠിക്കുന്ന സമയത്ത് പോലും കുഞ്ഞിന് അതാ സമയത്ത് വേണ്ട ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുത്തും അങ്ങനെ വളരെ സന്തോഷം, വളരെയധികം സപ്പോർട്ടുകളായിരുന്നു സ്കൂളിൽ നിന്നുള്ളത്. 87 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനോടും 39 വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസ്സോടും കൂടിയാണ് വിജയം നേടിയത്. വ്യക്തിഗത നേട്ടങ്ങളിലും അമൃത വിദ്യാലയം പിന്നിലല്ല. 11 വിദ്യാർത്ഥികളാണ് വിവിധ വിഷയങ്ങളിൽ 100-ൽ 100 മാർക്ക് നേടി സ്കൂളിന്റെ വിജയതിലകത്തിന് മാറ്റുകൂട്ടിയത്. മിടുക്കരായ അധ്യാപകർ, എക്സ്പീരിയൻസോട് കൂടിയ നല്ല അധ്യാപകർ ഉള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. പിന്നെ എല്ലാത്തിനും മോട്ടിവേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പലും. നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുന്നതാണ് കുട്ടികളുടെ വിജയത്തിന് പിന്നിലെന്ന് അധ്യാപകർ പറഞ്ഞു. ദേവനയുടെ ഈ ഉന്നത വിജയം പൂർണ്ണമായും ഞാൻ എൻ്റെ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കുട്ടിയുടെ ഏറ്റവും ഒരു ഗുണമായ അനുസരണ, എന്തോ പറഞ്ഞാലും അനുസരിച്ച് അതേപോലെ ഫോളോ ചെയ്ത് അച്ചടക്കത്തോടും ഉള്ള പഠനമാണ് ഈ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ദേവനയെ സഹായിച്ചത്. പഠനത്തോടൊപ്പം തന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന സ്കൂളിന്റെ രീതിയും അധ്യാപകരുടെ ചിട്ടയായ പരിശീലനവുമാണ് ഈ ഉജ്ജ്വല വിജയത്തിന് ആധാരം. ഈ മികച്ച വിജയത്തിന്റെ പിന്നിൽ ഒരു വെൽ പ്ലാനിംഗ് തന്നെയുണ്ട്. നമ്മുടെ ഹോൾ അമൃത വിദ്യാലയത്തിന് ഒരു അക്കാഡമിക് മെന്റർ ഉണ്ട്, കവിത മാം. കവിത മാം വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് കലണ്ടർ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ സ്കൂളിനെല്ലാം തന്നെ തന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പോർഷൻസ് കവർ ചെയ്യുന്നത്, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ, ഇതെല്ലാം ഈ അക്കാഡമിക് കലണ്ടർ അനുസരിച്ചാണ് നമ്മൾ ചെയ്തു പോയിരിക്കുന്നത്. റിവിഷൻ തന്നെ പല ഘട്ടങ്ങളിലായി നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് മികച്ച വിജയം കൈവരിക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രിൻസിപ്പലിൻ്റെയും അധ്യാപകരുടെയും കുട്ടികളുടെയും പേരൻസിൻ്റെയും ഒരു കൂട്ടായ പരിശ്രമമാണുള്ളത്. എല്ലാത്തിലും ഉപരി അമ്മയുടെ ഒരു നേതൃത്വവും അനുഗ്രഹവും ഞങ്ങളിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അമൃത വിദ്യാലയത്തിന്റെ മികവിനുള്ള അംഗീകാരമായി മാറിയിരിക്കുകയാണ് ഈ വർഷത്തെ 10ാം ക്ലാസ് ഫലം. അമൃത വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ 100% വിജയം കേവലം ഒരു അക്കമല്ല, മറിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഫലം കൂടിയാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.